ബിസ്മില്ലാ. മുഹമ്മദ് നബി തന്റെ അനുചരനായ അബുമുന്ദീറിനോട് ചോദിച്ചു, അല്ലാഹുവിന്റെ ഗ്രന്ഥത്തിലെ ഏറ്റവും വലിയ വാക്യം ഏതാണ്? അദ്ദേഹം മറുപടി പറഞ്ഞു, അല്ലാഹു ലാ ഇലാഹ ഇല്ല ഹുവൽ ഹയ്യുൽ ഖയ്യൂം. അല്ലാഹു, അവനല്ലാതെ ഒരു ദൈവവുമില്ല, നിത്യജീവനും സ്വയം നിലനിർത്തുന്നവനും. പ്രവാചകൻ അവന്റെ നെഞ്ചിൽ തട്ടി പറഞ്ഞു, അബൂ മുന്ദീർ, നിന്റെ അറിവിൽ സന്തോഷിക്കൂ. സഹീഹ് മുസ്ലിം. ഇതാണ് ആയത്തുൽ കുർസി, ഖുർആനിലെ ഏറ്റവും വലിയ സൂക്തം. പ്രവാചകൻ ഞങ്ങളോട് പറഞ്ഞു, ആരെങ്കിലും നിർബന്ധിത പ്രാർത്ഥനയ്ക്ക് ശേഷം ആയത്തുൽ കുർസി പാരായണം ചെയ്യുന്നുവെങ്കിൽ മരണമല്ലാതെ മറ്റൊന്നും ജന്നയിൽ പ്രവേശിക്കുന്നതിൽ നിന്ന് അവനെ തടയില്ല. ഉറങ്ങുന്നതിനു മുമ്പ് ആരെങ്കിലും അത് പാരായണം ചെയ്താൽ പ്രഭാതം വരെ അവരെ സംരക്ഷിക്കാൻ അല്ലാഹു ഒരു രക്ഷാധികാരിയെ നിയമിക്കുന്നു. സഹോദരീ സഹോദരന്മാരെ, ഈ ഒരു വാക്യം ഓരോ പ്രാർത്ഥനയ്ക്കു ശേഷവും ഓരോ ഉറക്കത്തിനും മുമ്പ് അല്ലാഹു ജീവനുള്ളവനും ശാശ്വതനുമാണെന്നും ഒരിക്കലും ഉറങ്ങുന്നില്ലെന്നും ആകാശത്തെയും ഭൂമിയെയും കൈവശമാക്കുന്നുവെന്നും അത് പ്രഖ്യാപിക്കുന്നു. അവന്റെ സിംഹാസനം എല്ലാ സൃഷ്ടികളിലും വ്യാപിച്ചിരിക്കുന്നു. ഇല്ലെങ്കിൽ മനപാഠമാക്കുക, അർത്ഥം സഹിതം ചൊല്ലുക. ആയത്തുൽ കുർസിയുടെ ബറകത്തിലൂടെ അല്ലാഹു നമ്മെ കാത്തു രക്ഷിക്കട്ടെ. ആമീൻ.